പാകിസ്ഥാനുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യം അതീവ ജാഗ്രതയിലാണ്. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷം. പൂഞ്ചിലെ ആക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു. പാക് പ്രകോപനത്തിന് ഉചിതമായ മറുപടി നൽകാൻ സേനകൾക്ക് കരസേനാ മേധാവി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും. ബൽറാം നെടുങ്ങാടി ജമ്മുകശ്മീരിൽ നിന്നും, വിനീത വിജി ഡൽഹിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, പാക് ഷെല്ലാക്രമണം രൂക്ഷമാണല്ലോ അതിർത്തിയിൽ. എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, നിലവിലിപ്പോൾ ഇന്ത്യൻ അതിർത്തിയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഏറ്റവും രൂക്ഷമായ ആക്രമണമുണ്ടായത് പൂഞ്ച് മേഖലയിലായിരുന്നു. അവിടെയാണ് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ഇന്ത്യക്ക് ഒരു വീരപുത്രനെ, ഒരു വീര സൈനികനെ നഷ്ടമായത്. ലാൻസ് നായിക് ദിനേശ് കുമാർ ആണ് വീരമൃത്യു വരിച്ചത് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ. ഒപ്പം തന്നെ 15 നാട്ടുകാരും മരിക്കുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായ രൂക്ഷമായ ഷെല്ലാക്രമണത്തെ തുടർന്ന് ഉണ്ടായി. 46 പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് നിലവിൽ പൂഞ്ച് മേഖലയിൽ മാത്രം. എന്നാൽ ഇന്ന് പുലർച്ചെ ഇതുവരെയും പൂഞ്ച് മേഖലയിൽ, പ്രത്യേകിച്ച് പൂഞ്ച് ബലാക്കോട്ട് ഉൾപ്പെടുന്ന മേഖലയിൽ ഇതുവരെയും ഷെല്ലാക്രമണം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിവെപ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം കനത്ത ജാഗ്രത തുടരുകയാണ് ഈ മേഖലയിൽ ഒക്കെ തന്നെ. അക്നൂർ അടക്കമുള്ള മേഖലകളിൽ കനത്ത ജാഗ്രത ഇന്ത്യൻ സൈന്യം തുടരുന്നുണ്ട്. കാരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സൈനികമായ നടപടികൾ, നീക്കങ്ങൾ ഉണ്ടായേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അതീവ ജാഗ്രത പുലർത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യം 2 മണിയോടെ ആരംഭിച്ച ഷെല്ലാക്രമണം ഇന്നലെ പലയിടങ്ങളിലും പകൽ നേരം വെളുത്ത ശേഷവും തുടർന്നിരുന്നു. ഇന്ത്യ കനത്ത തിരിച്ചടി, ഈ പോസ്റ്റുകൾക്ക് നേരെ തിരിച്ചടി നൽകിയതിനെ തുടർന്നാണ് പാകിസ്ഥാൻ പ്രത്യേകിച്ച് പൂഞ്ച്, ഉറി മേഖലകളിൽ ഇത്തരത്തിലുള്ള ഷെല്ലാക്രമണങ്ങളിൽ, ജലവാസ മേഖലയിലെ ഷെല്ലാക്രമണത്തിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ സജ്ജമായി തന്നെയാണ് സൈന്യം ഈ അതിർത്തി മേഖലകളിൽ എല്ലാം തന്നെ ഉള്ളത്. കൂടാതെ ആക്രമണ സാധ്യതയുള്ള മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഇന്നലെ വൈകിട്ടോടെ തന്നെ, ഇന്നലെ 6 മണിക്ക് മുമ്പായി തന്നെ കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ ആക്രമണമുണ്ടായ മെന്ദർ, രജോരി, പൂഞ്ച്, ഉറി മേഖലകളിലെ ജനങ്ങളെ, ഗ്രാമവാസികളെ ആ പ്രദേശത്ത് നിന്നും മാറ്റി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിയിരുന്നു. കൂടാതെ പാകിസ്ഥാന്റെ നീക്കങ്ങൾ ഒരു പശ്ചാത്തലത്തിൽ കൂടുതലായി സേനാ വിന്യാസവും ഈ അതിർത്തിയിൽ ഉണ്ടായിരുന്നു. പ്രത്യേക നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു, പട്രോളിംഗ് ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യ. ഇതിൻ്റെ എല്ലാം ഫലമായി തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും അത്തരത്തിലുള്ള വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അതേസമയം കനത്ത തിരിച്ചടി തന്നെ കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലേക്ക് നൽകിയ ആക്രമണത്തിന് നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ത്യൻ സൈന്യം ഉള്ളത്. പ്രത്യേകിച്ച് ഒരു സൈനികൻ വീരമൃത്യു വരിക്കുന്ന സാഹചര്യം പൂഞ്ച് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതീവ രൂക്ഷമായ ആക്രമണമായിരുന്നു പൂഞ്ചിൽ ഉണ്ടായിരുന്നത്. ഈ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ളവ ഇന്നായിരിക്കും നടത്തുക. നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്നു, ഭാഗികമായി തകർന്നു പോയ സാഹചര്യമുണ്ട്. കൂടാതെ വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യം ഈ പൂഞ്ച് മേഖലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതേസമയം ശ്രീനഗറിൽ ഒരു ഹെൽത്ത് സെന്റർ, ഒരു അടിയന്തര നടപടികളുടെ ഭാഗമായി ഒരു ഹെൽപ്പ് സെന്റർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായെങ്കിൽ അത് ഏകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംസാരിച്ചതിന് ശേഷം പിന്നീട് വിളിച്ച യോഗത്തിൻ്റെ തുടർ നടപടികളായാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എടുത്തിരിക്കുന്നത്. കൂടാതെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അടിയന്തര സാഹചര്യമില്ലാത്ത അവധികൾ പൂർണ്ണമായും തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അവധിയെടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശവും ജമ്മു കശ്മീരിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നു. കൂടാതെ ഒരു ശ്രീനഗർ ഒരു ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റാണ്. ഇവിടെ നിന്നും ഈ വിമാനങ്ങൾ ഈ മാസം 9 വരെ, അതായത് നാളെ വരെ വിമാനങ്ങൾ ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്നും സിവിലിയൻ വിമാനങ്ങൾ പ്രവർത്തിക്കാത്തതിനാൽ തന്നെ ഈ ഹജ്ജ് തീർത്ഥാടകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം
തന്നെയാണ് അതിർത്തി മേഖലകളിലെ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഏത് സമയവും ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുകയാണെങ്കിൽ അതിൽ ഏത് തരത്തിൽ തുടരണം എന്ന് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ ആക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് അടക്കമുള്ള നടപടികൾ അത് കൃത്യമായി തന്നെ ഏകോപിപ്പിച്ച് നടപ്പാക്കാനുള്ള ഒരു സംവിധാനം സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്നു. ഇതോടൊപ്പമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒഴിപ്പിക്കൽ ഒപ്പം ജനങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്നതിനായി BSF CRPF ഉദ്യോഗസ്ഥരുടെ വിന്യാസവും കൂടുതലായി അതിർത്തി മേഖലകളിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസത്തെ പ്രകോപനപരമായ നടപടികൾ ഏത് സമയവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം എന്നുള്ള ഒരു കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് സേനാ വിന്യാസം കൂടുതലായി വർദ്ധിപ്പിച്ചിരുന്നത്. അതീവ ജാഗ്രതയിൽ തന്നെ തുടരുകയാണ് ജമ്മു കശ്മീരിലെ അതിർത്തി മേഖലകളിലെ ജനങ്ങൾ. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ തുടർന്ന് ജമ്മു കശ്മീരിൽ മോക്ക് ഡ്രില്ലുകൾ റദ്ദാക്കിയിരുന്നു. വൈകിട്ട് 4 മണിക്ക് പ്രഖ്യാപിച്ചിരുന്ന മോക്ക് ഡ്രില്ലുകൾ ഈ അതിർത്തി മേഖലകളിലുണ്ടായ രൂക്ഷമായ ആക്രമണം ഒപ്പം തന്നെ അതിൻ്റെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള നടപടികൾ കണക്കാക്കിക്കൊണ്ട് റദ്ദാക്കുകയായിരുന്നു. എന്നാൽ ഈ ആക്രമണം ഉണ്ടായ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ കൃത്യമായി വൈകിട്ട് 6 മണിക്ക് ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് കൃത്യമായ നടപടിക്രമങ്ങൾ ഇത്തരത്തിലൊരു യുദ്ധ സാഹചര്യത്തിൽ ഏത് തരത്തിൽ പെരുമാറേണ്ടതുണ്ടോ അതുപോലെ തന്നെയുള്ള നടപടികൾ ഉണ്ടായിരുന്നു. അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ജമ്മു കശ്മീർ പോലീസും ഒപ്പം തന്നെ സുരക്ഷാ സേനയും ചേർന്നാണ് ജനങ്ങൾക്ക് നൽകുകയും അത് നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിർത്തി മേഖലകളിലെല്ലാം തന്നെ 8 മണിക്ക് ശേഷം പിന്നീട് നഗരപ്രദേശങ്ങളിൽ അതിർത്തിയോട് ചേർന്ന ബാരാമുള്ള, ഉറി അടക്കമുള്ള മേഖലകളിലെ നഗരപ്രദേശങ്ങളിലെ കടകൾ ഉൾപ്പെടെയുള്ളവ അടപ്പിക്കുന്ന നടപടിയുണ്ടായി. ലൈറ്റ് പൂർണ്ണമായും അണച്ചിടണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് പാകിസ്ഥാനെ ഇത്തരത്തിൽ ആക്രമിക്കാൻ സാധ്യതയുള്ള ജനവാസ മേഖലകൾ സംബന്ധിച്ചുള്ള സൂചന നൽകുന്നത് കണക്കാക്കിയാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഈ രാജ്യത്തിന്റെ അതിർത്തി സംസ്ഥാനങ്ങൾ എല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഉള്ളത്. ഉന്മേഷ്. ശരി ബൽറാം.